Hello everyone, welcome to Vedantu Malayalam channel. എല്ലാവർക്കും Vedantu Malayalam channelലേക്ക് സ്വാഗതം. It's me Larry, your physics master teacher. And guys, നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഏതാണ്? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അപ്പോൾ ആ ചാപ്റ്ററിന്റെ വൺ ഷോട്ട് വീഡിയോയും അതുപോലെ NCERT ലൈൻ ബൈ ലൈനും എല്ലാം നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനിയും കുറേ ലെക്ചേഴ്സ് അതിൻ്റെ വരാനുണ്ട്. സോ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾ പെർഫെക്റ്റ് ആവും. നമ്മുടെ എന്താ പറയുക, ബോർഡ്സിന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാനുള്ള അത്രയും കപ്പാസിറ്റി നിങ്ങൾക്ക് വരും എന്നുള്ളത് ഡാം ഷുവർ ആണ് മക്കളെ. സോ യെസ്, അപ്പം ഇന്ന് എന്താ മിസ്, ഇന്ന് എന്താണ് ഇന്നത്തെ വീഡിയോ, എന്ത് സ്പെഷ്യൽ ആണ് മാം? സോ യെസ്, ദ ആൻസർ ഇസ് നമ്മള് ചെറിയൊരു സമയം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോർമുലാസും റിവൈസ് ചെയ്യാൻ പോവാണ്. സോ നമുക്കറിയാം, നമുക്ക് പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോർമുലാസ് വേണം. അപ്പോൾ ഫോർമുലാസ് എപ്പോഴും ചിലപ്പം നമുക്ക് മടിയൊക്കെ കാരണം നമ്മൾ അപ്പം നോട്ട്സ് എഴുതുന്നതിൻ്റെ കൂടെ ഒരു ഫോർമുല ഷീറ്റും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ മറക്കും. പക്ഷേ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ഫോർമുല റിവിഷൻ തന്നെ കാണാൻ പറ്റും. നമ്മൾ ഓരോ ടേംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ സെഷനിൽ പറയുന്നതായിരിക്കും കേട്ടോ. സോ ഗൈസ്, ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ലൈക്ക് ചെയ്തേക്കാം. വളരെ ചെറിയ സമയം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ചാപ്റ്ററിന്റെ റിവിഷൻ നടത്താൻ പോവാണ്. സോ യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ വെക്റ്റർ പ്രൊഡക്റ്റ്. ഈ ഒരു ചാപ്റ്ററിലാണ് നമ്മൾ വെക്റ്റർ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് കാര്യമായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. സോ വെക്റ്റർ പ്രൊഡക്റ്റ് പറയുമ്പോൾ അതായത് രണ്ട് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? എ ബി സൈൻ തീറ്റ അല്ലെ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആൻഡ് സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇതിനൊരു ഡയറക്ഷനും കൂടി ഉണ്ടായിരിക്കും. കാരണം വെക്റ്റർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? യെസ്, ഒരു വെക്റ്റർ പ്രൊഡക്റ്റ് ആണ് കിട്ടുന്നത്. സോ നമുക്ക് പറയാം അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എൻ ക്യാപ്പ് എന്നും കൂടെ കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇക്വേഷൻ റെഡിയായി. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു വാല്യൂ, അതായത് എ ക്രോസ് ബി എന്ന് പറയുന്നതിന് ഒരു നെഗറ്റീവ് വാല്യൂം പോസിറ്റീവ് വാല്യൂം വരാം. എങ്ങനെയാ വരിക? യെസ്, അത് കംപ്ലീറ്റ്ലി ഈ ഒരു ആംഗിളിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു അല്ലെ? ആംഗിൾ പോകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ആംഗിൾ വരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? യെസ്, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യമാണ് വെക്റ്റർ പ്രൊഡക്റ്റിൽ നമ്മൾ പറഞ്ഞത്. ഇനി അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് സെന്റർ ഓഫ് മാസ് അല്ലെ? നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് സെന്റർ ഓഫ് മാസ്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് സെന്റർ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, നമ്മുടെ മാസ് മൊമെന്റ്സിന്റെ സമ്മ് കാണാം അല്ലെ? ഈ ഒരു ഇക്വേഷൻ പഠിക്കുക. സം ഓഫ് മാസ് മൊമെന്റ്സ്, ഓക്കെ, സം ഓഫ് മാസ് മൊമെന്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി ബോഡി അല്ലെങ്കിൽ ടോട്ടൽ മാസ് ഓഫ് ദി സിസ്റ്റം. അപ്പൊ മാസ് മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, മാസ് ഇൻറ്റു, ഇപ്പൊ മാസ് M1 ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു ഒരു ലെങ്ത് അല്ലേ? സോ M1 x1. അപ്പം മാസ് മൊമെന്റിന്റെ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മാസ് ഉണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും സം. അതാണ് നമ്മളിവിടെ സമ്മേഷൻ ഇട്ടിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ടോട്ടൽ മാസ് ഉണ്ട്. ഇനി y കോർഡിനേറ്റ് ആണെങ്കിലോ യെസ്, y കോർഡിനേറ്റ് വെച്ച് ചെയ്യാം. ഓക്കെ, എല്ലാത്തിനും ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M ഉണ്ട്. ക്യാപിറ്റൽ M ഡിനോട്ട് ചെയ്യുന്നത് എന്താ? ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം ആണ്. ക്ലിയർ അല്ലേ? ഓൾ സെറ്റ് അല്ലേ? യെസ്. ഇനി നമുക്ക് അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അതായത് ഇതേ ഇക്വേഷനെ തന്നെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതുന്നു. അതായത് നമ്മൾ പൊസിഷൻ വെക്ടർ, ഇപ്പൊ നമ്മൾ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ പൊസിഷൻ വെക്ടറിന് RI എന്നും അതുപോലെ തന്നെ നമ്മുടെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടറിനെ നമ്മൾ ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, സം ഓഫ് MI XI ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ, ഓക്കെ, ക്യാപിറ്റൽ M, അതായത് ടോട്ടൽ മാസ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അടുത്തത് നമുക്കറിയാം, നമുക്ക് ചുറ്റിനുള്ള ബോഡീസ് എങ്ങനെയാ? കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അല്ലെ? കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാസുകൾ ഇങ്ങനെ പോയിന്റ് മാസസ് ഇങ്ങനെ വെച്ചേക്കുക. അപ്പൊ നമുക്കറിയാം ഇതിലെ ഏതെങ്കിലും, അതായത് ഒരു ഹോമോജീനസ് ബോഡിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഓക്കെ, ഒരു ഹോമോജീനസ് ബോഡിയാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്തു? കുഞ്ഞു കുഞ്ഞു സ്ലൈസസ് ആയിട്ട് നമ്മളിങ്ങനെ കുഞ്ഞു ഈക്വൽ സ്ലൈസസ് ആയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തു. അതിലൊരു പോർഷൻ നമ്മൾ എടുത്തു. ഓക്കെ, ഒരു പോർഷൻ എടുത്തു. ആ പോർഷന്റെ മാസ് DM ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക, ഈ എൻറ്റയർ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഈ എൻറ്റയർ ബോഡിയുടെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? യെസ്, ഈ ഒരു എന്താ പറയുക, ഈ ഒരു സംഭവം, ഈ ഒരു സ്ലൈസിന്റെ ആ ഒരു തിക്നെസ് അല്ലെങ്കിൽ ആ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇൻറ്റു DM. ഓക്കെ, ഇതാണ് ഇതിന്റെ മാസ് മൊമെന്റ്. അതായത് DM മാസിന്റെ മാസ് മൊമെന്റ് ആണ് XDM എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, ഇന്റഗ്രൽ XDM ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സം ഓഫ് മാസ് മൊമെന്റ് കിട്ടും. ഡിവൈഡഡ് ബൈ M ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി y ആണ്, നമ്മൾ y കോർഡിനേറ്റ് വേണമെങ്കിലോ യെസ്, ഇന്റഗ്രൽ YDM ചെയ്യുക. അപ്പൊ നമുക്ക് സം ഓഫ് ഓൾ മാസ് മൊമെന്റ്സ് കിട്ടും. ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M ചെയ്തിട്ടുണ്ടെങ്കിൽ പൊസിഷൻ വെക്ടറും കിട്ടും. അതുപോലെ സെഡിന്റെ സെന്റർ ഓഫ് മാസിന്റെ. അടുത്താണ് ലീനിയർ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. നമ്മൾ പഠിച്ചതാണ് അല്ലെ? dp by dt which is equal to എന്താണ്? F external.
അല്ലേ? ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മുടെ എക്സ്റ്റെൻഡഡ് ബോഡീസിന്റെ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്, അല്ലെ? ന്യൂട്ടൺ സെക്കൻഡ് ലോ ഫോർ എക്സ്റ്റെൻഡഡ് ബോഡീസ് ആണ് dp/dt which is equal to F external. F external എന്താണെന്ന് മനസ്സിലായല്ലോ? സെന്റർ ഓഫ് മാസിന് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമായിരിക്കും, ഇന്റേണൽ ഫോഴ്സസ് ഉണ്ടായിരിക്കില്ല. ഇന്റേണൽ ഫോഴ്സസ് എങ്ങനെ പോകും? യെസ്, അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പെയർസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ സം ഓഫ് ഇന്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ഇന്റേണൽ ഫോഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുക. സോ നമ്മൾ പറഞ്ഞു എന്താണ് dp/dt, ഒരു റിജിഡ് ബോഡി അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് ബോഡിനെ സംബന്ധിച്ചിടത്തോളം dp/dt എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. സോ എക്സ്റ്റേണൽ ഫോഴ്സ് ഇവിടെ 0 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? dp/dtയും 0 ആയിരിക്കും. ദാറ്റ് മീൻസ് P is constant. ഇതാണ് നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ടോട്ടൽ ലീനിയർ മൊമെന്റം. ഓക്കെ, യെസ്, ഫോർ എക്സ്റ്റെൻഡഡ് ബോഡീസ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഇങ്ങനെയും പറയാം m1v1 which is equal to m2v2, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം mv which is equal to എന്താ? കോൺസ്റ്റന്റ്. സോ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം, അതായത് മാസും വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ ഇവിടെ പറയാൻ പറ്റും. അതായത് വെലോസിറ്റി which is equal to അല്ലെങ്കിൽ മാസ് is equal to എന്ത് വരും? എ കോൺസ്റ്റന്റ് ഇൻറ്റു 1/v. സോ ഈ ഒരു ഫോർമുല എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മാസ് കൂടുതലാണെങ്കിൽ വെലോസിറ്റി എന്തായിരിക്കും? ഇവിടെ കുറവായിരിക്കും. ഓക്കെ അല്ലേ? ഇത് നമ്മൾ എക്സാമ്പിൾസ് വെച്ചിട്ട് ഇന്നലത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞായിരുന്നു. NCERT ലൈൻ ബൈ ലൈൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴും വൺ ഷോട്ടിൽ നമ്മൾ ഇതൊക്കെ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സോ കൂടുതൽ വിശദീകരണങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ആ ലെക്ചേഴ്സ് ഒന്ന് കണ്ടാൽ മതി കേട്ടോ. ഇനി അടുത്തത് ആംഗുലാർ വെലോസിറ്റിയും ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ. നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലും പഠിച്ചതാണ്. അതായത് നമ്മുടെ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലീനിയർ വെലോസിറ്റി which is equal to ωr. ഓക്കെ അല്ലേ? ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആംഗുലാർ വെലോസിറ്റി ആണ്. ഓക്കെ, ആംഗുലാർ വെലോസിറ്റി ആണ്. ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും ആ പാർട്ടിക്കിളിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. ഇനി ഈ ഒമേഗ ആംഗുലാർ വെലോസിറ്റിനെ നമുക്ക് കുറേ ഫോർമുലാസ് എഴുതാൻ പറ്റുമല്ലോ. എന്താണ്? യെസ്, dθ/dt എന്ന് എഴുതാം, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എഴുതാം 2π/t എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2πf എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2πrps എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2πrpm/60. ഇതൊക്കെ എന്തിന്റെ ഇക്വേഷനാ? നമ്മുടെ ഒമേഗയുടെ ഇക്വേഷൻ ആണ് കേട്ടോ. അതായത് ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻസ് എല്ലാം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നോട്ട്സ് എഴുതി പഠിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ ഇതെല്ലാം എഴുതി തന്നെ പഠിക്കണം കേട്ടോല്ലോ. ഓൾ സെറ്റ്? യെസ്. ഇനി അടുത്താണ് നമ്മൾ പറയുന്നത് ടോർക്ക്. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടേണിംഗ് എഫക്റ്റ് ആണ്, അല്ലെ? ഒരു ടേണിംഗ് എഫക്റ്റ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. സോ ഈ ടോർക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് ഈസ് എ വെക്റ്റർ ഒരു ക്വാണ്ടിറ്റി ആണ്. സോ ആർ ക്രോസ് എഫ് ആണ് എന്തെന്ന് പറയുന്നത് ടോർക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? RF sin θ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ആൻഡ് ഈ ഡയറക്ഷൻ തരുന്ന ആരാ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ചെയ്താൽ മതി. ആൻഡ് ഇതിൽ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അല്ലെ? അതായത് നമ്മളിപ്പം ഒരു എക്സാമ്പിൾ ഒരു ഡോറിന്റെ കേസ് പറഞ്ഞു, അല്ലെ? ഡോറിന്റെ ഹിഞ്ചസ് ഇരിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. സോ ഈ ഡോറിലോട്ട് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു ദ പോയിന്റ് വി ആർ അപ്ലൈയിങ് ദ ഫോഴ്സ്. ഓക്കെ, അതാണ് ആർ എന്ന് പറയുന്നത്. എഫ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. ഇനി അടുത്തത് എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് ടോർക്ക് എന്ന് പറയുന്നത് RF sin θ ആണ്. ദെൻ എഫ് അപ്ലൈഡ് ഫോഴ്സ് ആണ്. ആർ എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ദെൻ എന്താ? യെസ്, RF പെർപെൻഡിക്കുലർ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതായത് എഫ് പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഓഫ് അപ്ലൈഡ് ഫോഴ്സ് എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം പറഞ്ഞപ്പോൾ നമ്മൾ യെസ്, ഇതിനു മുമ്പ് നമുക്ക് ആംഗുലാർ ആക്സലറേഷൻ അതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. യെസ്, ആംഗുലാർ ആക്സലറേഷൻ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സ്ലൈഡ്സിലാണ് ഞാൻ പറയാവേ. ഓക്കെ, സോ നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത് എവിടെയാണോ? യെസ്, നമ്മുടെ ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. അപ്പൊ നമ്മൾ പറയുവാണ്, അതായത് ഒരു റിജിഡ് ബോഡിനെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ ആയിട്ടുള്ള മോഷൻസ് ആണ് ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷനും റോളിംഗ് മോഷനും. അപ്പൊ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, നെറ്റ് ഫോഴ്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത്രയും ഫോഴ്സസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഫോഴ്സസ് ഇവിടെ അപ്ലൈഡ് ആവുന്നുണ്ട്. നെറ്റ് ഫോഴ്സ് നോക്കുമ്പം ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, നെറ്റ് ഫോഴ്സ് നോക്കുമ്പോൾ 0. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം അത് എന്ത് ഇക്വിലിബ്രിയത്തിലാണ്? ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇനി റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇവിടെ അപ്ലൈഡ് ആവുന്ന ടോട്ടൽ സം ഓഫ് ദി ടോർക്ക്. ഓക്കെ, നെറ്റ് ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അങ്ങനെ നെറ്റ് ഫോഴ്സും നെറ്റ് ടോർക്കും 0 ആണെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെ നമ്മൾ എന്ത് പറയും? ഇറ്റ് ഈസ് ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പറയും. ക്ലിയർ അല്ലേടാ? ഓൾ സെറ്റ് അല്ലേ? യെസ്.
അപ്പം നമുക്ക് ഇവിടെ ഈ Fi is equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം dp/dt is equal to 0. ദാറ്റ് മീൻസ് പി കോൺസ്റ്റന്റ് ആണ്, പിക്ക് ചേഞ്ച് വരുന്നില്ല. അതുപോലെ ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു പറയണം dl/dt. ദാറ്റ് മീൻസ് എൽ കോൺസ്റ്റന്റ് ആ. എൽ എങ്ങനെ കോൺസ്റ്റന്റ് ആയത്? ഇതിന്റെ വാല്യൂ 0 അല്ലേ, ടോർക്കിന്റെ വാല്യൂ 0 അല്ലേ. ദാറ്റ് മീൻസ് എൽ ആൻഡ് പി ചേഞ്ച് ആവുന്നില്ല. അപ്പം മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിന് തന്നെ നമുക്ക് ഒന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ട് പറയാൻ പറ്റും, പി ആൻഡ് എൽ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ആ സിസ്റ്റത്തിന് നമ്മൾ എന്ത് പറയും? അത് മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് നമ്മൾ പറയും. ഓക്കെ അല്ലേ? ഇനി അടുത്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് എന്തിന്റെ അനലോഗാണ്? റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് അല്ലെ. നമ്മുടെ ലീനിയർ മോഷനിൽ നമ്മൾ മാസ് പറയുന്നതിന്റെ അതേ ഫോർമാറ്റിൽ റൊട്ടേഷനിൽ വരുന്ന ടേം ആണ് ഇനേർഷ്യ എന്ന് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് കേട്ടോ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് അതെങ്ങനെയായിരിക്കും? ഐ ഇസ് ഈക്വൽ ടു mr സ്ക്വയർ. എം എന്ന് പറഞ്ഞ പാർട്ടിക്കിളിന്റെ മാസ്, ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള ഡിസ്റ്റൻസ്. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ് ഐ ഇസ് ഈക്വൽ ടു mr സ്ക്വയർ. അതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് പോയിന്റ് ഒബ്ജക്റ്റ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കുക. അതായത് ഇതേപോലെ mr സ്ക്വയർ. ഓക്കെ, ഇത് ഒരു ഒബ്ജക്റ്റിന്. അടുത്തതിന്റെ എന്തായിരിക്കും? ഇതിപ്പം m1 r1 എടുത്തു. അടുത്തത് എങ്ങനെയാ? m2 r2. ഇങ്ങനെ ഇത്രയും ഒബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കും. n നമ്പർ ഓഫ് ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? സമ്മേഷൻ mi സ്ക്വയർ i is equal to 1 to n. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. മറ്റെന്താ? പോയിന്റ് മാസിന്റെ ആണ്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, ഒരു ചെറിയ പോർഷൻ കൺസിഡർ ചെയ്തിട്ട്, ഒരു ചെറിയ മാസ് കൺസിഡർ ചെയ്തതിന് ശേഷം എൻറ്റയർ മാസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? യെസ്, ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രേറ്റ് ചെയ്യും. സോ ഐ ഇസ് ഈക്വൽ ടു വി ക്യാൻ ഓൾസോ സേ ഇന്റഗ്രൽ ആർ സ്ക്വയർ dm ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് തിൻ യൂണിഫോം റിംഗ് mr സ്ക്വയർ ആണ്. തിൻ യൂണിഫോം ഡിസ്ക് mr സ്ക്വയർ ബൈ 2 ആണ്. അടുത്തത് വരുന്നത് തിൻ ഹോളോ സിലിണ്ടർ ആണ്, അതിന്റെയും mr സ്ക്വയർ ആണ്. സോളിഡ് സിലിണ്ടറിന്റെ mr സ്ക്വയർ ബൈ 2 ആണ്. ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്യാം കേട്ടോ. തിൻ ഹോളോ സ്ഫിയർ 2mr സ്ക്വയർ ബൈ 3, സോളിഡ് സ്ഫിയർ 2mr സ്ക്വയർ ബൈ 5. ഓക്കെ അല്ലേ? ഇനി അടുത്ത ടേമാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ചില സമയത്ത് നമ്മൾ ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ സമ്മ് നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ അരിതമെറ്റിക് ഓപ്പറേഷൻ എന്താവും? ഫെയിൽ ആവും. അതായത് നമുക്ക് കിട്ടുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ മേ ബി 0 ആയിട്ട് വരും. അതായത് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ 0 ആയിട്ട് വരാം. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും? യെസ്, നമ്മൾ RMS വാല്യൂ എടുക്കും. ആരുടെ? യെസ്, നമ്മുടെ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും ഈ പാർട്ടിക്കിളിലോട്ടുള്ള ഡിസ്റ്റൻസ്. സോ നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര n വരെ എന്തുണ്ട്? നമ്മുടെ റേഡിയസുകളുണ്ട്. അതായത് ഓരോ പാർട്ടിക്കിളും. ഓക്കെ, ഇതൊരു റിജിഡ് ബോഡി ആണെങ്കിൽ ഇവിടെ പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ പാർട്ടിക്കിൾ ഉണ്ട്. ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? R1 ആണ്. ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് R2 ആണ്. ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് R3 ആണ്. ഇങ്ങോട്ടേക്കുള്ളത് R4 ആണ്. അങ്ങനെ n പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം അത്രയും എന്തുണ്ടാവും? യെസ്, നമ്മുടെ പാർട്ടിക്കിൾസിന്റെ എന്താ പറയുക ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുള്ളതുണ്ടാവും. സോ RMS എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ. അപ്പം ഞാൻ ഇവിടെ എന്താ പറയുക ലാസ്റ്റ് പോയിന്റിൽ തുടങ്ങാണ് സ്ക്വയർ. അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഇതിനെല്ലാം ഞാൻ സ്ക്വയർ ചെയ്തു. ഓക്കെ അല്ലേ? എല്ലാത്തിനും സ്ക്വയർ ചെയ്തു. ഇനി മീൻ എടുക്കണം. മീൻ എടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഞാൻ ആഡ് ചെയ്തിട്ട് എത്ര എണ്ണം ഉണ്ടോ അത്രയെന്ന് വെച്ചിട്ട് ഞാൻ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം ഇവിടെ എത്ര എണ്ണം ഉണ്ട്? n ഉണ്ട് അല്ലേ? അപ്പം ഡിവൈഡഡ് ബൈ n ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? റൂട്ട്. ഓക്കെ, സോ ദിസ് ഇസ് സിംപ്ലി റേഡിയസ് ഓഫ് ഗൈറേഷൻ k എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ പറയാം? സോ ഐ ഇസ് ഈക്വൽ ടു mk സ്ക്വയർ എന്ന് ഇടാം. അങ്ങനെയാണെങ്കിൽ k വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് i ബൈ m എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇത് എവിടെയാണെങ്കിലാണ് നമ്മൾ ഈ RMS നമ്മുടെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ വാല്യൂ എടുക്കുന്നത്. യെസ്, നമ്മൾ നോക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ 0 ആണ്. അതായത് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ 0 വരുവാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് യൂസ് ദിസ് ഇക്വേഷൻ. ഇനി അടുത്ത കൈനമാറ്റിക്സ് ഓഫ് പ്യുവർ റൊട്ടേഷണൽ മോഷൻ. അതായത് ടോട്ടൽ കൈനറ്റിക് എനർജി പറയുമ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും ട്രാൻസ്ലേഷണൽ മോഷനിൽ വരുന്ന കൈനറ്റിക് എനർജി, അതായത് ലീനിയർ മോഷനിൽ വരുന്ന കൈനറ്റിക് എനർജിയും ആഡ് ചെയ്യണം. സോ റൊട്ടേഷണൽ മോഷന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താടാ? യെസ്, ഹാഫ് ഇൻറ്റു i ഒമേഗ സ്ക്വയർ ആണ്. ഇനി ട്രാൻസ്ലേഷനിൽ വരുമ്പോഴോ അത് നമുക്ക് ഓൾറെഡി അറിയാം. എന്താ? യെസ്, ഹാഫ് mv സ്ക്വയർ ആണ്. സോ നമുക്ക് കിട്ടും ടോട്ടൽ കൈനറ്റിക് എനർജി. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് കൈനമാറ്റിക്സ് ഓഫ് പ്യുവർ റൊട്ടേഷൻ മോഷൻ. അതായത് നമ്മൾ ലീനിയർ മോഷനിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചിരുന്നു. v is equal to u plus at പഠിച്ചു. s is equal to ut plus half at സ്ക്വയർ പഠിച്ചു. അതുപോലെ തന്നെ v സ്ക്വയർ is equal to u സ്ക്വയർ plus 2as നമ്മൾ പഠിച്ചു
അല്ലേ? സോ അതേപോലെ അതിന്റെ റൊട്ടേഷണൽ ഇക്വേഷൻ ഓഫ് മോഷൻ നമുക്ക് വേണമെങ്കിൽ പറയും. കൈനമാറ്റിക്സ് ഓഫ് പ്യുവർ റൊട്ടേഷണൽ മോഷനിൽ വരുന്നത് ഈ ഇക്വേഷൻസ് പഠിക്കാനാണ്. ദെൻ അടുത്ത ഡൈനാമിക്സ് ഓഫ് റൊട്ടേഷണൽ മോഷൻ. ഒന്നുമില്ല, നമ്മൾ ലീനിയർ മോഷനിൽ എന്ത് ടേം പറഞ്ഞു, ഇവിടെ നമ്മൾ അതിനെ എന്ത് ടേം പറയുന്നത്. ഇപ്പൊ നമ്മൾ ലീനിയർ മോഷനിൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എക്സ് അല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ എന്താ ഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്ന സാധനം, അത് ഇവിടെ വരുമ്പോൾ എന്താ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് മാറും. വെലോസിറ്റി അത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും ആംഗുലാർ വെലോസിറ്റി ആവും. ആക്സലറേഷൻ ആംഗുലാർ ആക്സലറേഷൻ ആവും, അല്ലേ? യെസ്. അപ്പം ഇങ്ങനെ ഓരോരോ ടേമുകൾ വരുന്നുണ്ട്. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് അല്ലെങ്കിൽ ആ ഒരു സംഭവമാണ് ഡൈനാമിക്സ് ഓഫ് റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ പഠിക്കുന്നത്. സോ ഇതിലെല്ലാ ഇക്വേഷൻസും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. നമ്മുടെ അടുത്ത് റൊട്ടേഷൻ അനലോഗ് ഓഫ് പവർ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയണം, നമുക്കിത് ചെയ്യാനായിട്ട് പറ്റണം. ഇത് നമ്മൾ പക്ക എന്താ പറയുക എഫ് എക്സ്റ്റേണൽ വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി നമ്മൾ എന്താ പറയുക നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇനി യെസ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ്. അതായത് എക്സ്റ്റേണൽ ടോർക്ക് നമ്മുടെ ഇസ് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ടോർക്ക് ഇസ് ഈക്വൽ ടു dl/dt അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് L ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ദിസ് ഇസ് സിംപ്ലി എന്താടാ നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അതിന്റെ അപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മുടെ ബെല്ലഡ് ഡാൻസേഴ്സ് ഒക്കെ വരുന്നത്. സോ ഇവിടെ കൈ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആറിന്റെ വാല്യൂ കൂടും, അല്ലെ? ആറിന്റെ വാല്യൂ കൈ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ നീർത്തി പിടിച്ചേക്കുവാണെങ്കിൽ ആറിന്റെ വാല്യൂ കൂടും. അപ്പൊ നമുക്കറിയാം I ഇസ് ഈക്വൽ ടു mr². അങ്ങനെയാണെങ്കിൽ ആറിന്റെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ എന്താ പഠിച്ചിരുന്നത്. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആംഗുലാർ വെലോസിറ്റി കുറയും. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടിയിട്ടുണ്ടെങ്കിൽ സ്പീഡ് കുറയും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് രണ്ടാമത്തെ കേസ്, കൈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു, കൈ ഇങ്ങനെ നമ്മൾ ചുരുക്കി പിടിച്ചേക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ ഇവിടെ ആറിന്റെ വാല്യൂ കുറവാണ്. ദാറ്റ് മീൻസ് ഐന്റെ വാല്യൂ കുറവായിരിക്കും. സോ ഒമേഗ നമ്മുടെ ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ അല്ലേ? L is equal to constant value ആണ്. So we can write I omega which is equal to a constant value. ഓക്കെ അല്ലേ? I omega which is equal to constant value. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. എന്താണെന്നറിയാവോടാ, നമ്മുടെ മോഷൻ ഓഫ് സെന്റർ ഓഫ് മാസിന്റെ നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ നമ്മൾ പഠിച്ച കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അതായത് മാസ് ഇൻറ്റു നമ്മുടെ ഡിസ്റ്റൻസ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് mx which is equal to m1 x1 plus m2 x2 എക്സെട്ര എക്സെട്ര mn xn അല്ലേ? സോ ഇതൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു ഈ എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇതൊരു ഡിസ്റ്റൻസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെന്റർ ഓഫ് മാസിന്റെ എന്ത് കിട്ടുവാടാ, വെലോസിറ്റി കിട്ടും. സോ m1 v1 പ്ലസ് m2 v2 എക്സെട്ര എക്സെട്ര mn vn. ഓക്കെ അല്ലേ? ഇനി എം വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം ആണ്. അതെന്തായിരിക്കും, ഇൻഡിവിജ്വൽ മൊമെന്റംസ് അല്ലെ, ഓരോ പാർട്ടിക്കളിന്റെയും ഇൻഡിവിജ്വൽ മൊമെന്റംസിന് ഈക്വൽ ആയിരിക്കും. ഇനി മാസിന്റെ വെലോസിറ്റി, ഇനി ഈ വെലോസിറ്റിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താലോ നമുക്ക് കിട്ടും ആക്സലറേഷൻ. സോ നമുക്ക് പറയാം മാസ് ഇൻറ്റു ആക്സലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ, m1a1 പ്ലസ് m2a2 പ്ലസ് എക്സെട്ര എക്സെട്ര mn ഓക്കെ. സോ MA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോഴ്സ് ആണ് അല്ലേ. സോ സെന്റർ ഓഫ് മാസിലെ ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു F1 പ്ലസ് F2 പ്ലസ് എക്സെട്ര എക്സെട്ര FN. ഓക്കെ അല്ലേ? ഇത്രയും ഇക്വേഷൻസും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ക്ലിയർ? ഇനി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാധനം പഠിക്കുന്നുണ്ട് അല്ലേ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാധനം പഠിക്കുന്നുണ്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത്, യെസ് എഫിഷ്യൻസി ആണ് അല്ലേ, ഒരു കൈൻഡ് ഓഫ് എഫിഷ്യൻസി ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട് ആണ്. ഓക്കെ, ഇത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ലെക്ചർ കാണാം കേട്ടോ. ലോഡ് ബൈ എഫേർട്ട് ആണ്. സോ ഇവിടെ നമുക്ക് പറയാം എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം. ഈ ഇക്വേഷൻസും കൂടെ നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, സോ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തു, എല്ലാ ഇക്വേഷൻസും കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഇനി നേരെ പോയിട്ട് ടെലഗ്രാമിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, യെസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടെലഗ്രാമിൽ പോവുക, വേദാന്തു മലയാളം എന്ന് സെർച്ച് ചെയ്യുക. സോ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, നമ്മുടെ ചാനലിൽ കിട്ടും. ചാനൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ നോട്ട്സ് ഒക്കെ മാക്സിമം യൂസ് ചെയ്യുക, പഠിക്കുക. ദെൻ ഇനി പറയാനുള്ളത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് നിങ്ങൾക്കത് മനസ്സിലായി ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഷെയർ ചെയ്താലാണ് ഒരുപാട് സ്റ്റുഡൻസ് ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ നോട്ട്സ് ഒക്കെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന സ്റ്റുഡൻസിലോട്ട് എത്തത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്താലാണ് ഇനിയും പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ആൻഡ് ഓൾസോ ഇതിനെക്കാട്ടിലൊക്കെ വാല്യൂ ചെയ്യുന്ന നിങ്ങളുടെ ഫീഡ്ബാക്സ് ആണ്. നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാം, മോഡിഫിക്കേഷൻസ് വേണമെങ്കിൽ മോഡിഫിക്കേഷൻസ് വേണമെന്ന് പറയാം. തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ് ആൻഡ് അപ്ഡേറ്റ്സ്. താങ്ക് യു സോ മച്ച്.